ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ഫോം എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജിന്നിൻ്റെ കാറിൽ നിന്ന് അഖിൻ ഇറങ്ങിയതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ അവനവിടെ ഇട്ടിട്ട് കാർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് വിഷമിച്ച് കരയുന്നുണ്ടായിരുന്നു. കരയുന്ന സമയത്ത് അഖിനും ജിന്നും പരസ്പരം കൊടുത്ത പ്രോമിസും അവർ ആ കപ്പിൾസിൻ്റെ ആ ഒരു മാല ഇടുന്നതും ഫസ്റ്റ് ടൈം ഇൻറ്റിമേറ്റ് ആയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അഖിൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ജിന്നിനെ കാണിക്കുമ്പോഴത്തേക്കും അഖിനും ജോണി ഇപ്പോൾ അഭിനയിക്കുന്ന ആ ഒരു സ്റ്റേജ് പ്ലേ പോലെയുള്ള ആ ഒരു സീരീസിൻ്റെ പ്രാക്ടീസ് നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അവനങ്ങനെ വന്നിരുന്നിട്ട് അവിടുത്തെ ഡയറക്ടറെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടെ ഇരുന്നിട്ട് അവരും അഭിനയിക്കുന്ന കാണുന്നുണ്ട്. ആ സമയം അതിൽ അഖിനും ജോണിയും തമ്മിലുള്ള സംസാരത്തിൽ അഖിൻ പറയുന്ന ഡയലോഗുകളെല്ലാം ഇപ്പോൾ അഖിനും പിന്നെ ജിന്നും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണോ അതിന് പറ്റിയ തരത്തിൽ, അതായത് അതിനുള്ളൊരു മറുപടിയായിട്ട് പറയുന്ന തരത്തിലുള്ളൊരു ഡയലോഗ്സ് തന്നെയാണ് അവൻ അതിൽ പറയാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡയലോഗുകളെല്ലാം അവൻ പറയുമ്പോൾ ജിന്നിന് എന്തുകൊണ്ടോ അഖിൻ തന്നോടത് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ് ജോണി നിൽക്കുന്ന സ്ഥാനത്ത് അവനാണ് നിൽക്കുന്നതെന്നും അഖിൻ തന്നോടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്നും. അങ്ങനെ അഭിനയം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്ന ജിന്നാണെങ്കിൽ ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതേസമയം ജിന്നവിടെ വന്നിരിക്കുന്ന അഖിൻ കാണുന്നുണ്ട്. എന്നാൽ അവർ തമ്മിൽ ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ അഖിൻ ജിന്നിനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. അതിനുശേഷം പിന്നീട് ജോണീനെ കാണിക്കുമ്പോൾ അവൻ തിരിച്ച് പോകാനായിട്ട് നിൽക്കുന്ന ടൈമിന് അവൻ്റെ മാനേജറായിട്ടുള്ള പയ്യൻ അവൻ്റെ അടുത്ത് ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ സീനെല്ലാം അഭിനയിക്കാനുള്ളതാണ്, നിനക്ക് വലിയൊരു സീനാണ് അഭിനയിക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ ഇനി 2 ദിവസത്തേക്ക് കളിച്ചൊന്നും നടക്കരുത്, ഡ്രിങ്ക് ഒന്നും ചെയ്യരുത്, നന്നായിട്ടിരുന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോണി അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ജോണി ഭയങ്കര സീരിയസ് ആയിട്ട് പെരുമാറുന്നതുകൊണ്ട് തന്നെ ആ മാനേജർ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണല്ലോ, എന്ത് പറ്റിയെന്ന്. ആ സമയം ജോണി ഞാൻ എപ്പോഴും സീരിയസ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ ജിന്ന് ജോണീൻ്റെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോണി വരുമ്പോഴത്തേക്കും ജിന്ന് അവൻ്റെ അടുത്ത് നമുക്ക് കണ്ടിറക്കും ഒന്ന് ഡ്രിങ്ക് ചെയ്യാൻ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ജോണി സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ജോണിക്ക് അറിയാമെന്നുള്ളൊരു ബാറിലേക്ക് അവർ ചെല്ലാണ്. അവിടെ ജോണി തന്നെ ക്രിയേറ്റ് ചെയ്ത റെസിപ്പി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ആ ഡ്രിങ്ക് തന്നെ ഇവർ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ തന്നെ ജോണി കുടിക്കുന്നില്ല, എന്നാൽ ജിന്ന് കുടിക്കുന്നുണ്ട്. ആ സമയം ജോണിയാണെങ്കിൽ അല്ല ഇപ്പം എന്താ എന്നെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാനൊക്കെ വിളിച്ചത്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ജിന്ന ആ സമയം നീയും അഖിനും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ജോണി അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് ഓർമ്മയില്ല അന്ന് രാത്രി എന്താ നടന്നതെന്ന്, നിനക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ജോണി അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അഖിൻ എൻ്റെ ആളാ, അവൻ എനിക്കുള്ളതാ, അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെയാണ് ജോണി ചിരിച്ചിട്ട് കാര്യം പറയുന്നതും അതെ ശരിയാണ്, ഞാനും അവനും തമ്മിൽ ഒന്നും നടന്നിട്ടില്ല, സത്യം പറഞ്ഞാൽ ഞാൻ അവനായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ തന്നെ പോയതാണ്, എന്നാൽ അവനാണെങ്കിൽ ഡ്രിങ്ക് ചെയ്തിട്ട് നിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവാൻ പോകുന്ന ടൈമിന് മറ്റൊരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പിന്നെ ആ ആളുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ തോന്നത്തില്ല. പക്ഷേ എന്തായാലും ഒരു അവസരം ഒത്തു കിട്ടിയതല്ലേ, ഞാൻ വെറുതെ അങ്ങനെ നിന്ന് കൊടുക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാനും അവനും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയി എന്ന് വരുത്തി തീർക്കാനായിട്ട് അങ്ങനെ ഒരു സീൻ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ എന്തോ നടന്നെന്ന് ശരിക്കും അഖിൻ വിചാരിക്കുകയും അവനാണെങ്കിൽ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് പോവുകയും ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ജിന്നിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയം ജോണിയാണെങ്കിൽ പിന്നെ നീ ഇപ്പോൾ ഉള്ള ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കമ്പനി നിന്നെ അങ്ങ് ഹൈ ലെവൽ എത്തിക്കാനായിട്ട് നല്ല വർക്കുകൾ നിനക്ക് തരുന്നുണ്ടെന്ന് എനിക്കറിയാം. അതേ കമ്പനി തന്നെ മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിലുള്ള ഒരാളുമായിട്ട് നീ റിലേഷനിലാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തിരിച്ച് ജിന്നു അവൻ്റെ അടുത്ത് പറയാണ് നിനക്കും ഈ മെയിൻ റോള് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ടാണ് നീ ഈ മെയിൻ റോളെല്ലാം വാങ്ങിച്ചെടുക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോണിയാണെങ്കിൽ അപ്പം നീ എന്നെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചിട്ടാണല്ലോ വന്നത്, പിന്നെ ഇതിപ്പോൾ അറിഞ്ഞിട്ടെന്തിനാ, നീ ഇത് വെച്ചിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നെന്ന് പറയാനാണോ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, എനിക്കൊരു കുഴപ്പമില്ല, കാരണം ഞാനാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഓരോ പ്രൊഡ്യൂസേഴ്സും ഭയങ്കര ഹൈ ലെവൽ പൈസ ഉള്ളവരാണ്, നീ ഇങ്ങനൊരു കാര്യം എക്സ്പോസ് ചെയ്താൽ പോലും പൈസ ഉപയോഗിച്ച് അവരതൊക്കെ ഒതുക്കിക്കോളും, അതുകൊണ്ട് എനിക്കായാലും അവർക്കായാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ചെന്ന് ഇത്തവണ നിനക്കാണെങ്കിൽ അഖിൻ്റെ കൂടെ മെയിൻ റോൾ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി, എന്നാൽ അടുത്ത തവണ നിനക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് മുന്നോട്ട് പോകാൻ ഞാൻ അങ്ങ് നിന്നു കൊടുക്കത്തില്ല, അത് ഞാൻ പൊളിക്കൂന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞിട്ട് ജിന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം അഖിനാണെങ്കിൽ ജിന്നിനൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിന്ന് നേരെ അഖിനെ കാണാനായിട്ടാണ് പോകുന്നത്. അങ്ങനെ അഖിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ജിന്ന് അവന് കൊടുത്ത ആ ഒരു കപ്പിൾസിൻ്റെ മാലയിലുള്ള
അഖിലിന് കൊടുത്ത ആ മാല അത് അഖിനാണെങ്കിൽ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ജിന്നിന് തിരിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. ആ സമയം ജിന്നാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അഖിനാണെങ്കിൽ നിനക്ക് മാച്ചാവുന്ന ആൾ ഞാനാണെന്ന് തോന്നുന്നില്ല, ഇത് നീ തിരിച്ചെടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് ഇത് തരാനായിട്ടാണോ എന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അഖിന സമയം പിന്നെ ഞാൻ വേറെന്താ പറയേണ്ടത്, നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നാണോ, നിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഞാൻ അതൊക്കെ വെറുതെ ചോദിച്ചതാ, ശരിക്കും നീ ആലോചിച്ചിട്ട് തന്നെയാണോ ഇതെനിക്ക് തിരിച്ചു തരാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അഖിൻ കരഞ്ഞുകൊണ്ട് പിന്നെ വേറെന്താ നീ ഇത് തിരിച്ചെടുത്തോളാനായിട്ട് തന്നെ പറയുന്നുണ്ട്. ജിന്നപ്പോൾ അഖിൻ്റെ നിന്ന് ആ മാല വാങ്ങാതെ തിരിച്ച് അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അഖിന സമയം ഐ എം സോറി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നീ തിരിച്ചെടുത്തോളാൻ തന്നെ പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ്റെ അടുത്ത് അഖിൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, സത്യം പറഞ്ഞ സോറി പറയേണ്ട ഞാനാണ്, നിന്നെ മനസ്സിലാക്കാതെ നിന്നെ അന്ന് ഞാൻ ഇട്ടിട്ട് പോയി, അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, അതെൻ്റെ തെറ്റാണ്, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, ആരൊക്കെ വന്നാലും നിന്നെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ജോണിയും താനും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയെന്ന് തന്നെ അഖിൻ വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ ജിന്നിൻ്റെ അടുത്ത് ഇല്ല ഇതൊന്നും ശരിയാകത്തില്ല, ഈ മാല നീ തിരിച്ചെടുത്തോളം തന്നെ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അഖിൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവൻ്റെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോണിയായിട്ട് ബാറിലേക്ക് ചെന്നിട്ട് ജോണി അവൻ്റെ അടുത്ത് സംസാരിക്കുന്ന ടൈമിന് ഇതെല്ലാം തന്നെ ജിന്ന് അവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ജോണിയാണെങ്കിൽ താനും അഖിനും ഇൻറ്റിമേറ്റ് ആയിട്ടില്ല, അത് താൻ ചെയ്ത ഒരു പ്ലാൻ പോലത്തെ സംഭവമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നതും എല്ലാം തന്നെ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തന്നെ അഖിന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് അഖിന് മനസ്സിലാവുന്നത് സത്യത്തിൽ താനും ജോണിയും തമ്മിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ജിന്നും നീയും അവനും തമ്മിലൊന്നും സംഭവിച്ചിട്ടില്ല, നീ അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ്. ആ സമയം അഖിനാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അതിനുശേഷം ജിന്നാണെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത് ജോണി പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ തന്നെ അഖിലിന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ജോണി അതിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഓരോ പ്രൊഡ്യൂസേഴ്സുമായിട്ടൊക്കെ അവൻ ഇൻറ്റിമേറ്റ് ആയിട്ടാണ് ഇങ്ങനെ റോൾസൊക്കെ കിട്ടിയെന്ന്. അങ്ങനെ ആ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും അഖിലും ജിന്നും കൂടി ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് അഖിനാണെങ്കിൽ ജിന്നിൻ്റെ അടുത്ത് എനിക്കിതിനെ ഒത്തിരി ഇഷ്ടമാണ്, നിന്നെ ഇത്രയും ഞാൻ സ്നേഹിക്കുമെന്ന് ഒട്ടും വിചാരിച്ചില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം ജിന്ന് അഖിന് അഴിച്ചു വെച്ച ആ ഒരു മാല അവൻ്റെ കൊടുത്തിട്ട് ഇനി ഇതൊരിക്കലും അഴിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അഖിനെയും വിളിച്ചുകൊണ്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ആ ഒരു മാല അവന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും അന്ന് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ഫസ്റ്റ് ഉറക്കം എഴുന്നേൽക്കുന്നത് അഖിനാണ്. അഖിൻ ഉറക്കം എഴുന്നേറ്റുണ്ടെങ്കിൽ തന്നെ ജിൻ നീ ഉറക്കമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അടുത്തുനിന്ന് മറുപടിയൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിൻ ഉറക്കമാണെന്ന് കരുതിയിട്ട് അഖിനാണെങ്കിൽ ജിൻ നമുക്ക് ഒരുമിച്ച് താമസിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ജിന്നാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിന്ന് പെട്ടെന്ന് ആ ഓക്കെ നീ എൻ്റെ കൂടെ താമസിക്കാനായിട്ട് വരാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ജിന്ന് ഇതെല്ലാം കേട്ടു എന്നറിയുമ്പോഴത്തേക്കും നാണിച്ചിട്ട് അഖിനാണെങ്കിൽ ഉടനെ തന്നെ ബ്ലാങ്കറ്റ് കൊണ്ട് സ്വയം കവർ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ജിന്ന് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് നമുക്കിനി തൊട്ട് ഒരുമിച്ച് താമസിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിൻ ഞാൻ വരത്തില്ല എന്ന് പറയാണ്. ആ സമയം ജിന്ന് അതെന്താ നിനക്ക് ഇഷ്ടമുള്ള റൂം എങ്ങനെയാണ്, അതേപോലെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് റൂം റെഡിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് തന്നെ പറയുന്നുണ്ട്. അതേസമയം തന്നെ ജിന്ന് നീ പറഞ്ഞ പ്രോമിസ് നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ പ്രോമിസ് മറ്റൊന്നുമല്ല, ജിന്നിനാണെങ്കിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുവാണേ അഖിനും അവനും ലവേഴ്സ് ആവാമെന്ന് പറഞ്ഞ കാര്യമാണ്. ആ സമയം അഖിനാണെങ്കിൽ ഞാൻ മറന്നിട്ടൊന്നുമില്ല, നീ ഫസ്റ്റ് പോയിട്ട് ആ അവാർഡ് വാങ്ങിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അനൗൺസ്മെൻറ്റ് വരട്ടെ, എനിക്ക് തന്നെ എന്തായാലും ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതിനുശേഷം നീ എൻ്റെ ബോയ് ഫ്രണ്ട് ആവുമല്ലോ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിൻ്റെ മുത്തശ്ശീനെയാണ്. അഖിനിപ്പോൾ അവൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ അത് വായിക്കുകയാണ്. അതിൽ അഖിനാണെങ്കിൽ എനിക്കിങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടി, അവനെന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, വർക്ക് കഴിഞ്ഞ് വരുമ്പോഴെല്ലാം എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എനിക്കാണെങ്കിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവൻ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് ആക്ടിങ് മാത്രമാണ് എനിക്ക് സന്തോഷം തരുന്ന കാര്യമെന്നാണ്, പക്ഷേ അല്ല, അവൻ എൻ്റെ കൂടെ ഉള്ളതും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ അവൻ്റെ മുത്തശ്ശിക്ക് അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വായിച്ചിട്ട് അവനിപ്പോൾ ഒരാളെ കിട്ടിയെന്ന് അറിയുമ്പോൾ അവൻ്റെ മുത്തശ്ശി സന്തോഷിക്കുന്നുണ്ട്. അതിനുശേഷം അഖിലിനെ കാണിക്കുമ്പോഴത്തേക്കും അവനും ജോണി ഒരുമിച്ചുള്ള ആ ഒരു സ്റ്റേജ് പ്ലേ അതിപ്പോൾ എൻഡ് ആവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ അത് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൺഗ്രാജുലേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ജോണിയും ഡയറക്ടറും അഖിലും ഒക്കെ തന്നെ നിൽക്കുന്ന ടൈമിന് ജോണിയായിരുന്നു നന്നായിട്ട് ലൈനൊക്കെ തെറ്റിച്ച് എല്ലാം കുളമാക്കിയത്. നന്നായിട്ട് അഭിനയിച്ചാലും ലൈനെല്ലാം തെറ്റിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോങ്കി എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതിയിരിക്കുന്നൊരു പൊന്നാടയൊക്കെ അവൻ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ ജോണിയുടെ അടുത്ത് നീ ഇത്രയും മിസ്റ്റേക്ക് വരുത്തിയെങ്കിൽ നല്ല ഫോക്കസോടെ തന്നെയാണ് അഭിനയിച്ചത്, നന്നായിട്ട് ചെയ്തു, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ജിന്ന് കയറിയിട്ട് അഖിലിന് പകരം ജോണിക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണ്. വെറും ഹാൻഡ് ഷേക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, നല്ല ഇറുക്കിയായിരുന്നു കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയം തന്നെ ജിന്നാണെങ്കിൽ ജോണിയുടെ അടുത്ത് നീ പറഞ്ഞ ഓരോ ലൈൻ കേട്ടപ്പോഴും എനിക്കാണെങ്കിൽ ഭയങ്കര മനസ്സിൽ എന്തൊക്കെയോ പോലെ തോന്നി, ഞാനാണെങ്കിൽ പല
ലൈൻസ് കേട്ടപ്പോഴും ഇമോഷണലായിപ്പോയി. പിന്നെ ആ കത്തി കുത്തി ഇറക്കുന്ന സീനില്ലേ നെഞ്ചിൽ, അത് കണ്ടപ്പോഴത്തേക്കും നിൻ്റെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആക്കി തന്നെ പറയുന്നുണ്ട് ജോണി. ഓ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടും കൂടെ തമ്മിൽ ഒരു മത്സരം പോലെ തന്നെ സംസാരിക്കുകയാണ്. ആ സമയം ഡയറക്ടർ മതി ഇനി എല്ലാവരും പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവേണ്ടല്ലേ ജിൻ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീയും വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോണി ആണെങ്കിൽ അതിന് ജിന്ന് നമ്മളോട് അഭിനയിക്കുന്ന ആളല്ലല്ലോ, പിന്നെ എന്തിനാ അവനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡയറക്ടറാണെങ്കിൽ ജിന്ന് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ജോണിക്കാണെങ്കിൽ ജിന്ന് വരുന്നത് തീരെ താല്പര്യമില്ല. പക്ഷേ അവൻ ഇപ്പോൾ വരും, അതുകൊണ്ട് തന്നെ ജോണിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായിട്ട് തന്നെ ജോണിയാണെങ്കിൽ മൊത്തം തെറ്റിച്ചൊക്കെ ലൈൻ പറഞ്ഞതുകൊണ്ട് അവനൊരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പാവക്കുട്ടിയൊക്കെ കൊടുത്തിട്ട് അത് കൊണ്ടുപോയി മൊത്തം വിറ്റ് തീക്കണം, അതെല്ലാം തീർത്തതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ കൂടെ വരാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ എല്ലാവരും ഡ്രസ്സ് മാറ്റാൻ പോകുമ്പോഴത്തേക്കും ജോണിയുടെ അടുത്ത് പെട്ടെന്ന് തന്നെ അത് വിറ്റ് തീർത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അഖിലിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പോകുമ്പോൾ ജിന്നും അവൻ്റെ കൂടെ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം അഖിൽ ആരെങ്കിലും കാണും ഇറങ്ങിപ്പോകാനൊക്കെ പറയുമ്പോൾ ജിന്ന് കേൾക്കാതെ അഖിലിനെ തന്നെ പിടിച്ചു വെച്ചിട്ട് നീ ഇന്ന് അഭിനയിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ഫുൾ ടൈം ഞാൻ നിന്നെ തന്നെ നോക്കി നിന്നു, ഞാനൊന്ന് എന്നെ കിസ് ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ചു വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ ഇറങ്ങിപ്പോൾ ആരെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞാൻ വർക്കുമായിട്ട് പുറത്തേക്ക് പോയല്ലേ, അപ്പോൾ പിന്നെ ഞാൻ നിൻ്റെ കൂടെ കാണത്തില്ലല്ലോ, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും, അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ നിന്നെ ഇപ്പം കിസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ 1 മാസത്തേക്കൊന്നും അല്ലല്ലോ നീ പോകുന്നത്, 3 ദിവസത്തേക്കല്ലേ, അതുകൊണ്ട് ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് ജിന്നിനെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ജിന്നാണെങ്കിൽ അഖിലിനെ പിടിച്ച് വെച്ച് കിസ് ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ ജോണി അവിടെ പുറത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ജോണിയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ സംഭവം കണ്ടിട്ട് അവിടെ നിന്ന് നാണിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്കൊരു പയ്യൻ വരുന്നുണ്ട്. ആ പയ്യനെ കാണുന്നത് ജോണി പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ആവാണ്. എന്നാൽ ആ പയ്യൻ ജോണിനെ വിടുന്നില്ല, ജോണിയുടെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ജോണിയാണെങ്കിൽ എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ ജോണിയുടെ കയ്യിരിക്കുന്ന പാവ കാണിച്ചിട്ട് എനിക്കൊരെണ്ണം വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജോണി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ പയ്യൻ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ജോണിനെ പിടിച്ച് ചേർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അഖിലിനും എല്ലാവർക്കും കുടിക്കാനായിട്ട് അവിടെ സെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളത്തിൽ അവരുടെ പേരും ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അഖിലിന് വച്ചിരിക്കുന്ന വെള്ളം ആരോ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.